മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഉത്തരേന്ത്യയിലെ ഒരു ഹിന്ദു നേതാവ് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 1 കോടി രൂപ വില പറയുകയും പൊതുജനങ്ങളുടെ ആവേശവും കയ്യടിയുമെല്ലാം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് 1 കോടി രൂപ തൻ്റെ വീടും തൻ്റെ പ്രോപ്പർട്ടിയും വിറ്റിട്ടാണെങ്കിലും നൽകാൻ തയ്യാറാണ് എന്ന് വികാര തീവ്രമായിട്ട് പറയുകയും വേദിയിലുണ്ടായിരുന്ന മറ്റ് ഹിന്ദു നേതാക്കൾ കുറേയൊക്കെ അതിനെ അനുകൂലിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നും അതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും പിന്നീട് അവരെല്ലാം പറയുകയും കുറച്ചു പേര് പറയുകയും ചെയ്തു. അവരെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് വേദിയിലുണ്ടായിരുന്നവരെ. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രഖ്യാപനത്തെ ന്യായീകരിക്കാതെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഹിന്ദു സംഘടനാ നേതാക്കൾ RSSകാർ പ്രതികരിക്കുകയും അദ്ദേഹത്തിന് എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും എല്ലാം ചെയ്ത ഒരു 48 മണിക്കൂർ നേരത്തെ ശരിക്കും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശക്തമായ ഭാഷയിൽ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ കയ്യടിക്ക് വേണ്ടിയിട്ട് ഒരു നേതാവ് പ്രസംഗിക്കുക, മിനിറ്റുകൾക്കകം മണിക്കൂറുകൾക്കകം അങ്ങനെയുള്ള വീക്ഷണത്തോട് ഒരിക്കലും RSSും ഹിന്ദു സംഘടനകളും യോജിക്കുന്നില്ലെന്ന് വളരെ വ്യക്തമായിട്ട് പറയുക, അതിനെ നിശിതമായിട്ട് വിമർശിക്കുക, ആ പറഞ്ഞത് 100% തെറ്റാണെന്നും ഇങ്ങനെയുള്ള വരികൾ ഒരു കാരണവശാലും പ്രവർത്തകരിൽ നിന്നുണ്ടാവില്ല എന്ന് വാക്ക് തരിക. മാത്രമല്ല അടുത്ത മണിക്കൂറിൽ തന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റാം, അടുത്ത മണിക്കൂറിൽ അദ്ദേഹത്തിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാം, പിന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം പോലെ അറസ്റ്റ് ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്യാം. ഇങ്ങനെയുള്ളതെല്ലാം നടന്നപ്പോൾ പൊതുജനങ്ങളുടെ പ്രതികരണം, ബുദ്ധിജീവികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രതികരണം ഒരു ദിവസത്തിൽ ഒതുങ്ങി. അയാളത് പറഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും മുഖ്യമന്ത്രി അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നതും ഒത്തിരി പേരുടെ തലയെടുത്തിരിക്കുന്നവരാണ് അങ്ങനെ പറയുന്നത്. അത് 2 വിഭാഗത്തിൽപ്പെട്ടവരും ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ തലയെടുക്കൽ. എന്നാലും ഒരു കാലിലെ മന്ത് ചെളിയിൽ മുക്കി വെച്ച് 2 കാലിലെയും മന്ത് ചെളിയിൽ മുക്കി വെച്ച് ഒരു കാലിലെ മന്തുള്ളവനെ മന്ദ എന്ന് വിളിക്കുന്ന പ്രതികരണം പോലെ ഒത്തിരി പേരുടെ തലയെടുത്തവരാണ് ഇങ്ങനെ പറയുന്നത്, ഞാനത് കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. അതിനു മുമ്പ് അദ്ദേഹം പറയുകയും ചെയ്തു, 10,000-4000 പോലീസുകാരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വാളും കത്തിയുമെല്ലാം ഊരിപ്പിടിച്ച വിദ്യാർത്ഥികളുടെ മുമ്പിലാണ് കോളേജിൽ പഠിക്കുമ്പോൾ നടന്നു പോയത് എന്ന്. ഏതായാലും അദ്ദേഹം അത് നിസ്സാരവൽക്കരിച്ചു, വളരെ നന്നായി. പാർട്ടിക്കാര് അത് പ്രതികരിച്ചു, നന്നായി. ഈ വ്യക്തിയുടെ വീക്ഷണവുമായിട്ട് സംഘടനയ്ക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞത് നന്നായി. അയാളെ പുറത്താക്കി, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി, വളരെ നന്നായി. പിന്നെ പോലീസ് ചെയ്യേണ്ടത് കേസെടുത്തു. ഏതായാലും ഇതുപോലെയുള്ളൊരു സംഭവങ്ങൾ സമൂഹത്തിന് മാതൃകയാവുന്ന വിധത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സംഘടനയും സംഘടനയുടെ വ്യക്തികളും ഉത്തരവാദിത്തമുള്ളവരെല്ലാവരും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തിന്മകൾ അതിൽ നിന്നുടലെടുക്കാതെ നിന്നു. പലപ്പോഴും ഇതുമാതിരിയുള്ള പ്രഖ്യാപനങ്ങളും വരികളുമെല്ലാം വരുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങളെ ഇതുകൊണ്ട് മൂടി ആ പ്രശ്നങ്ങൾ രാഷ്ട്രീയക്കാര് ഒന്നും ചെയ്യാതെ അതിലെ തിന്മകൾ അതേപോലെ നിലനിർത്തിക്കൊണ്ട് വേറെ തിന്മകൾ കൊണ്ട് ഈ തിന്മകളെ കവർ ചെയ്ത് മുമ്പോട്ട് പോവാം.
ഏതായാലും കാര്യമായിട്ട് ആരും അതിൽ പ്രതികരിച്ചുകൊണ്ടേയിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം ഇനി പറയുമ്പോഴും ശ്രദ്ധിക്കും എന്ന ലെവലിൽ എല്ലാവർക്കും അതൊരു പാഠമായി തീരട്ടെ. ഇനിയും തെറ്റുകൾ വരുമ്പോൾ അത് ആവേശത്തിൻ്റെ പുറത്തായാലും വികാരത്തിൻ്റെ പുറത്തായാലും കയ്യടി പ്രതീക്ഷിച്ചിട്ടായാലും ഇതെല്ലാം പറയുന്നവരും അതിനുവേണ്ടി അനുകൂലിക്കുന്നവരും കയ്യടിച്ച് അനുമോദിക്കുന്നവരും എല്ലാവരും ഓർമ്മിക്കണം, ഈ സമൂഹം നിലനിൽക്കുന്നത് കുറേയധികം ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്ങിലൂടെയാണ്. അങ്ങനെ തന്നെ ഇനിയും സംഭവിക്കട്ടെ എന്ന അഭിനന്ദനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വാക്കുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.